ഈ ഒരു വ്യംഗ്യലേഖ സ്ത്രീ ജോ ഏക് ത്വച ഹെ എഴുതിയിരിക്കുന്ന സുധീഷ് പച്ചോരി, ഡോക്ടർ സുധീഷ് പച്ചോരി ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായി എഴുതുന്ന ഒരു നിരൂപകനാണ് ഹിന്ദി സാഹിത്യത്തിൽ. എൻ്റെ ഫേവററ്റാണ്. എൻ്റെ പേഴ്സണൽ റൈറ്റേഴ്സിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് വളരെ ഫേവററ്റായിട്ടുള്ളൊരു റൈറ്ററാണ്. ഒരു ക്രിട്ടിക് എന്ന നിലയ്ക്ക് ആരെയും പേടിക്കാതെ തുറന്നെഴുതുന്ന ഒരു വ്യക്തിയാണ് സുധീഷ് പച്ചോരി. ഇദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി പ്രൊഫസറായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ വൈസ് ചാൻസലറായിട്ട് ഇരുന്നിട്ടുണ്ട്, വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേക്കാളൊക്കെ ഉപരി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ലിറ്റററി തിയറീസ്, പോസ്റ്റ് മോഡേൺ ലിറ്റററി തിയറീസൊക്കെ വളരെ ലളിതമായി ഹിന്ദി സാഹിത്യത്തിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ബുക്സ് എഴുതിയിട്ടുണ്ട്. അത് വളരെ ഒരു മഹത്തായ ഒരു കാര്യമാണ്. ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുന്ന റിസർച്ച് കുട്ടികൾക്കറിയാം, ഇംഗ്ലീഷ് ലിറ്റററി തിയറീസ് വളരെ ക്ലിഷ്ടമായിട്ടിരിക്കവേ അദ്ദേഹം വളരെ ലളിതമായി ആ തിയറീസിനെയൊക്കെ ഹിന്ദിയിൽ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഒരു നിലയ്ക്കും എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനോട് വളരെയധികം ആരാധന തോന്നുന്നത്, അദ്ദേഹം ഒരു ഗവൺമെൻറ്റിനെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആരെയും വകവെക്കില്ല. അദ്ദേഹം എന്താണോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്, തെറ്റ് എന്ന് കാണുന്നത് അദ്ദേഹം തുറന്നെഴുതും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രീതിയിലുള്ള അവാർഡ്സോ മറ്റ് സ്ഥാനമാനങ്ങളോ ഒന്നും മോഹിക്കാത്തൊരു വ്യക്തിയായത് കാരണം, വളരെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയായത് കാരണം അദ്ദേഹത്തിന് അത് തുറന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വരികയും അദ്ദേഹം മിക്കപ്പോഴും വരും. കോളേജുകളിൽ ഓരോ സെമിനാറുകളിൽ ചീഫ് ഗസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അദ്ദേഹത്തിനെ കാണാനിടയാകുകയും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ചാനലിന് വേണ്ടി തന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ റിസർച്ചിനോട് താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. പിന്നെ അദ്ദേഹം ഒരു മീഡിയ അനലിസ്റ്റ് കൂടിയാണ്. അഡ്വർടൈസ്മെൻറ്റ്സിനെ പറ്റിയും മീഡിയയെ പറ്റിയും ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ പറ്റിയും എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അപ്പം അതിനെപ്പറ്റി എഴുതുന്നതും നമുക്ക് നെറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം, ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇദ്ദേഹം എപ്പോഴും മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഡൽഹിയിലെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യംഗ്യലേഖാണ് സ്ത്രീ ജോ ഏക് ത്വച ഹെ. സ്ത്രീകളെ വെറും ഒരു ത്വച്ചായിട്ട്, ഒരു സ്കിന്നായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സൗന്ദര്യശാസ്ത്രം, ഇപ്പോഴത്തെ ഈ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ്. അപ്പം സ്ത്രീ എന്ന് വെച്ചാൽ വേറെ ഒരു വ്യക്തിത്വവും ഇല്ല, അവൾക്ക് വേറെ ഒരു മാനവും ഇല്ല. അവൾ വെളുത്തിരിക്കണം, ആകർഷകമായിരിക്കണം, അട്രാക്റ്റീവായിട്ടിരിക്കണം, ഫ്രഷ് ആയിട്ടിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീയുടെ ഒരു സത്ത, അന്തസത്ത എന്ന് പറയുന്നത്. അതിനെ ചോദ്യം ചെയ്യുകയാണ് സുധീഷ് പച്ചോരി. ഇപ്പം നമ്മൾ കാണുന്ന സ്ത്രീകൾ, നമ്മുടെ വീടുകളിൽ കാണുന്ന സ്ത്രീകൾ, നമ്മുടെ അമ്മമാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അതൊന്നും അങ്ങനെ അല്ലല്ലോ. പക്ഷെ മീഡിയ അങ്ങനെ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി ഒരു വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് സ്ത്രീയെ പറ്റി. വളരെ അട്രാക്റ്റീവായിട്ടുള്ള സ്ത്രീ രൂപങ്ങളാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാണുന്നത്. ശിശുക്കളുടെ സ്കിന്നേക്കാളും വളരെ സോഫ്റ്റായിട്ടും ഫ്രഷായിട്ടും തോന്നുന്ന സ്ത്രീകൾ. അപ്പോൾ അത് എത്രമാത്രം നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നു, അതിനെപ്പറ്റി ഒരു വ്യംഗ്യലേഖാണ്, ഒരു സെറ്റയറാണ്. വ്യംഗ്യം എന്ന് പറയുമ്പോൾ സെറ്റയറാണ്. എന്ന് വെച്ചാൽ അർത്ഥം വെച്ചുകൊണ്ട് മുന വെച്ച് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരണം എന്ന് വിചാരിച്ച് ഹാസ്യരൂപേണ പറയുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സെറ്റയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, महिलाओं में खास पठनीय एक अंग्रेज़ी पत्रिका के कुछ विज्ञापन इस प्रकार पढ़े जा सकते हैं. കുറച്ച് സ്ത്രീകളിനെ മാത്രം ബേസ് ചെയ്ത കുറേ മാഗസിൻസ്, അതിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ അട്രാക്റ്റഡ് ആവുന്ന കുറേ മാഗസിൻസ് ഉണ്ട്. അതിൽ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ അഡ്വർടൈസ്മെൻറ്റ്സ്. അത് ഏകദേശം ഇങ്ങനെയാണ്. एक लेप का विज्ञापन कहता है, मेरी जैसी त्वचा के लिए यह लेप. എന്നെപ്പോലത്തെ സ്കിൻ വേണമെങ്കിൽ നിങ്ങളിതാ ഈ ലോഷൻ ഉപയോഗിക്കണം. हरी धरती पर लेप की बोतल हल्के बादामी रंग की पड़ी है. शीशी के पास लिखा है, त्वचा इतनी तरोताज़ा, त्वचा इतनी स्वच्छ. विज्ञापन का पाठ कहता है. ഈ വിജ്ഞാപൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അഡ്വർടൈസ്മെൻറ്റ്. ഈ അഡ്വർടൈസ്മെൻറ്റ് ടെക്സ്റ്റ്, പാഠ് എന്താണ് പറയുന്നത്, അതിൻ്റെ മെസ്സേജ് എന്താണ്? ത്വച്ച ഇത്തിനി തരോ താസ,
ത്വച ഇത്തനി സ്വച്ഛ്. നോക്കൂ, എന്നെ പോലെ ഫ്രഷും എന്നെ പോലെ നല്ല സ്കിന്നും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ലോഷൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ജിന്ദഗി ആനന്ദ് है और इतना सब करने की है, किंतु अपनी त्वचा की खातिर वक्त निकालना ज़रूरी है. നോക്കൂ, ലൈഫ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ എൻജോയ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ മറന്നു കളയല്. നിങ്ങളുടെ സ്കിന്നിനെ പരിരക്ഷിക്കുന്നത് നിങ്ങളുടെ ഒരു കടമയാണ്. किंतु अपनी त्वचा की खातिर वक्त निकालना ज़रूरी है. साबुन पानी से धोने के बाद यह शीशी है जो आपकी त्वचा को चाहिए. നോക്കൂ, സോപ്പ് കൊണ്ട് മുഖം കഴുകുന്നത് സാധാരണ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിൽ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് തന്നെ ധാരാളം. അത് കഴിഞ്ഞ് സോപ്പ് വന്നു. അപ്പോൾ സോപ്പ് കൊണ്ട് മുഖം കഴുകി, അതും പോരാന്ന് അഡ്വർടൈസ്മെൻറ്റ് പറയാണ്. സോപ്പും വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ മാത്രം പോരാ. യഹ ശീശി ഹെ ജോ ആപ്കി ത്വചാ കോ ചാഹിയെ. ഈ ഒരു കുപ്പിയിലുള്ള, ഈ ഒരു ശീശി, ഈ ഒരു ബോട്ടലിലുള്ള ലോഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് തേക്കണം. റോസാന ചെഹ്റെ പർ ലഗായിയെ. ഒരു ദിവസം തേച്ചാൽ പോരാ, റോസാന, ഡെയിലി. एक ऐसे रंग को पाने के लिए जो सुंदर लगे. എങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കിന്നിന് വേണ്ടിയാണ്. വർഷ ആതപ് കുച്ച് ഹോ ദേർ രാത് മേ ആയൻ. നിങ്ങൾ മഴയത്ത് ഇറങ്ങി നടക്കുന്ന വ്യക്തിയാകാം, നിങ്ങൾ വെയിൽ കൊള്ളുന്ന വ്യക്തിയാകാം, നിങ്ങൾ ലേറ്റ് നൈറ്റ് വീട്ടിലെത്തുന്ന വ്യക്തിയാകാം. യഹ ശീശി കോമൽ ബനായികി. എന്തൊക്കെയാന്ന് പറഞ്ഞാലും സോപ്പും വെള്ളവും ഇട്ട് കഴുകി കഴിഞ്ഞ് ഈ ലോഷനൊന്ന് തേച്ചാൽ മതി. ഝായ്യ ഹട്ടായികി. എന്തിനധികം പറയുന്നത്, നിങ്ങളുടെ വ്രിങ്കിൾസ് വരെ മാറ്റും. इस भाषा को बोलने वाला स्त्री चेहरा बाएं बाजू में है और गौर से देखें तो चेहरा बच्चों जैसा लगता है. എന്നിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ, ഒരു സ്ത്രീയാണ്, പക്ഷേ അവരുടെ മുഖം കണ്ടാൽ കുട്ടികളെക്കാളും ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നാണ്. താസഗി കോമൽത और स्वच्छता का प्रतीक. शीशी के उपयोग का जबरदस्त प्रमाण. ആ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ താസ്ഗി, ഫ്രഷ്നെസ്, കോമൽത, സോഫ്റ്റ്നെസ്, ഓർ സ്വച്ഛത, ക്ലാരിറ്റി, നല്ല സ്കിൻ വളരെ ക്ലിയറാണ്, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. എന്നിട്ട് ഈ ഒരു കുപ്പി ലോഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ജബർദസ്ത് പ്രമാണമാണ്. അതിനേക്കാൾ വലിയ പ്രൂഫ് വേറെ വേണ്ട. ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടാൽ ഏതൊരു വ്യക്തിയായാലും വിചാരിക്കും ഈ പെൺകുട്ടി ഈ ലോഷൻ തേച്ചിട്ടാണ് ഇത്രയും സോഫ്റ്റ് സ്കിന്നിൻ്റെ ഉടമയായി മാറിയത്. एक अन्य विज्ञापन त्वचा लेप के महत्व को समझाता है. एक खूबसूरत त्वचा स्त्री की बहुमूल्य संपदा है. വേറൊരു അഡ്വർടൈസ്മെൻറ്റ് സുധീഷ് പച്ചോരി പറയാണ്. അത് പറയുന്നത് ഒരു ഖൂബ്സൂരത് ത്വച്ച, ഒരു വളരെ ബ്യൂട്ടിഫുൾ സ്കിന്നാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഹർ സ്ത്രീ ചാഹത്തി ഹൈ കി ഉസ്കി ത്വച്ച സുന്ദർ ഓർ കോമൽ ദിഖെ. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അവർക്ക് സോഫ്റ്റ് ഫ്രഷ് സ്കിൻ കിട്ടണമെന്നാണ്. अब एक ऐसा लोशन आ गया जो आपकी खाल की देखभाल करेगा, उसे छुए जाने योग्य बनाएगा. നോക്കൂ, ഇപ്പോൾ ഒരു ലോഷൻ മാർക്കറ്റിൽ വന്നു. അതെങ്ങനെയാണ്? അത് താങ്കളുടെ ത്വച്ച, താങ്കളുടെ സ്കിന്നിനെ വളരെ നല്ലപോലെ സംരക്ഷിക്കും എന്ന് മാത്രമല്ല, ഉസെ ഛുവേ ജാനെ യോഗ്യ ബനായക. അതിനെ തൊടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. നിങ്ങളുടെ സ്കിന്നിനെ, നിങ്ങളുടെ സ്കിൻ കണ്ടാൽ ആർക്കായാലും ഒന്ന് തൊട്ട് പോകണമെന്ന് ആഗ്രഹം തോന്നും. അത്രയ്ക്ക് സോഫ്റ്റ് ആക്കും നിങ്ങളുടെ സ്കിന്ന്. दाईं ओर चमत्कारी शीशी है हल्के गुलाबी रंग में. बाएं एक बूंद में एक सुंदरी समझाती है. अमरीकी और यूरोपीय लोगों की त्वचा सफ़ेद होती है, भारतीय लोगों की खाकी होती है. धूप में 5 मिनट खुली रहने पर यह त्वचा काली पड़ जाती है. इससे खाल को बचाना ज़रूरी है. എന്നിട്ട് ആ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? സായിപ്പന്മാരുടെ സ്കിന്നാണെങ്കിൽ നല്ല വെളുത്ത നിറമാണ്, അവർ വെയിൽ കൊണ്ടാലും ചുമക്കേ ഉള്ളൂ, നമ്മളെപ്പോലെ കറക്കത്തില്ല. പക്ഷേ നമ്മൾ ഇന്ത്യൻസിൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഒരു ഷെയ്ഡാണ്. അതെന്ന് പറയുമ്പോൾ വെയിൽ കൊണ്ട് അങ്ങ് കറുത്തു പോകും. അപ്പോൾ ഒരു വെയിലത്തൊരു 5 മിനിറ്റ് ഖുലേ രഹനെ പർ യഹ ത്വച്ച കാലി പട് ജാത്തി ഹൈ. ഇസ്സെ ഖാൽ കോ ബച്ചാന ജറൂരി ഹൈ. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉസേ ഛാത്തേ യാ ടോപ്പി കി ജറൂറത്ത് ഹൈ. നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മൾ കുട കൊണ്ടുപോകാൻ ഒക്കില്ല. അതുകൊണ്ട് സ്കിന്നിന് ഒരു തൊപ്പി പോലെ, ഒരു മറ പോലെ, ഒരു കുട പിടിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കണം. യഹ ശീശി എക് പർദ ബനാ ദേത്തി ഹൈ ജോ ഖാൽ കോ ജൽനെ നഹീ ദേത്ത.
അപ്പോൾ നാച്ചുറലി അതൊരു സൺസ്ക്രീൻ ലോഷൻ്റെ പരസ്യമാണ്. ഈ ഒരു കുപ്പിക്കകത്ത് ഇരിക്കുന്ന ലോഷൻ പുരട്ടിയാൽ നിങ്ങളുടെ സ്കിന്ന് വെയിലത്തിറങ്ങിയാലും ഒരു പ്രശ്നവും വരില്ല. आगे पृष्ठ पलटें तो एक नींबू वाले साबुन का विज्ञापन आता है. इसमें झरने के बीच एक सुंदरी साबुन के साथ अटखेलियाँ करती दिखती है. പിന്നീട് ആ മാഗസിൻ ഒന്ന് മറിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പേജിൽ വരുന്നത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് ഒരു സോപ്പുമായിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു പരസ്യം. विज्ञापन का चित्र ही उसका संदेश है. फिर भी नीचे गहरे हरे पीले रंगों में लिखा है, हल्की महक और उत्तेजक नींबू की ताजगी एक ताज़ा अनुभव. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഈ പരസ്യം നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഞങ്ങളുടെ ബാല്യകാലത്തിൽ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതുപോലത്തെ മറ്റ് ചാനൽസും അഡ്വർടൈസ്മെൻറ്റ്സും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദൂരദർശൻ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ റിലേ ചെയ്യുന്ന ഒരു ചാനലായത് കാരണം വളരെ സെൻസർ ചെയ്തിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ ആ ഇടയ്ക്ക് ഈ ഒരു പരസ്യം വളരെ തരംഗമായിരുന്നു. ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ ഒരു സോപ്പുമായിട്ട് പച്ച കളറിലെ ലിറിലിൻ്റെ ഒരു പരസ്യമായിരുന്നു. പിന്നീട് ഇങ്ങനെ അഭ്യൂഹങ്ങൾ വന്ന് അവർ ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തപ്പം തന്നെ അതിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നൊക്കെ വന്നു. അത് സത്യമാണെന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഈ ഒരു പരസ്യം വളരെ അട്രാക്റ്റീവായിരുന്നു. അന്ന് ടി വിയിലൊക്കെ ഇങ്ങനെ ഇത്രയും എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ഇടുന്നതും വളരെ കുറവ് സീൻസ് ആയിരുന്നു. എന്നിട്ട് ഈ പരസ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൽക്കി മെഹക് ഓർ ഉത്തേജക് നീംബു കി താസ്ഗി എക് താസ അനുഭവ്. അപ്പോൾ അന്നായിരുന്നു ആദ്യമായിട്ട് സോപ്പിൽ നാരങ്ങ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. പിന്നീട് ഇപ്പം സോപ്പിൽ ബദാം അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട്, പിന്നെ അവക്കാഡോ, കുക്കുംബർ, അങ്ങനെ പല പല സാധനങ്ങൾ സോപ്പിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. എണ്ണയിലും സോപ്പിലും ഒക്കെ അലോയിവീറ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഇൻഗ്രീഡിയൻസ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ലിറിൽ സോപ്പിൻ്റെ ഈ പരസ്യം. एक विज्ञापन गोरे रंग का पूरा शास्त्र ही रच डालता है. बाएं बाजू एक सांवली लड़की उदास नीची नज़र किए दिखती है. नीचे लिखा है, अगर आप इसे पढ़ेंगी तो गोरे होने के स्वप्न को साकार कर सकेंगी. പിന്നീട് ഈ നമ്മുടെ സൊസൈറ്റിയിൽ വെളുത്ത നിറത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ മാട്രിമോണിയൽ പരസ്യങ്ങൾ കണ്ടാൽ അറിയാം അല്ലേ, ഫെയർ കോംപ്ലക്ഷൻ, ഫെയർ എന്ന് തന്നെ എല്ലാവർക്കും വെളുത്ത പെൺകുട്ടികളെ മാത്രം മതി, എല്ലാവർക്കും ഫെയർ ആവണം. അപ്പോൾ ആ ഒരു സൈക്കോളജീനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു പരസ്യം. അതിലൊരു പെൺകുട്ടി ഇങ്ങനെ നിറത്തിലുള്ള ഒരു പെൺകുട്ടി വളരെ വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ച് തല താഴ്ത്തിയിരിക്കുന്നത്. ഉസ്കി ഉദാസ് നീച്ചി നസർ കി വഹ സാവ്ലി ലടുക്കി എന്ന് പറയുമ്പോൾ നിറത്തിലുള്ള പെൺകുട്ടി ഉദാസ് നീച്ചി നസർ കി ദിഖ്തി ഹൈ और नीचे लिखा है, अगर आप इसे पढ़ेंगी तो गोरे होने के स्वप्न को साकार कर सकेंगी. മറുവശത്ത് കാണിക്കുന്നത് എന്താണ്? एक रंगीन तस्वीर है जिसमें एक लड़की खुश है. वह एक फिल्म अभिनेत्री है जो कहती है, मेरे स्वप्न साकार हुए और मेरी दुनिया बदल गई. മറുവശത്ത് ഒരു ഫെയർനെസ് ലോഷൻ തേച്ച ഒരു പെൺകുട്ടി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അവൾ പറയുന്നു, ഞാൻ ഇന്നൊരു ഫിലിം ആക്ട്രസ്സാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചത്? ഈ ക്രീമാണ് പ്രവർത്തിച്ചത്. വിജ്ഞാപൻ കെ നീച്ചെ നാരിയൽ, ഖീര, ദൂത് ആദി ദിഖായ ഗയാ ഹെ. അതുപോലെ ആ ഒരു ക്രീമിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? നാരിയൽ, തേങ്ങ, പിന്നെ കുക്കുംബർ, ഖീര, പാല്, ഇതെല്ലാം വെച്ചാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കിയെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈയിടെ ഫെയർ ആൻഡ് ലവ്ലി ക്രീം വളരെ ഫേമസ് ആയിട്ടുള്ള ക്രീമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും ഫെയർ ആൻഡ് ലവ്ലി ക്രീംസ് അവർ പ്രോഡക്റ്റ് ഇറക്കിയിരുന്നു. അതിൽ നിന്ന് ഫെയർ എന്ന ഒരു വാക്ക് അവർ മാറ്റാൻ ബാധ്യസ്ഥരായി. കാരണം അത് കേസായി. കാരണം നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഒരു ഫെയർനെസ് എത്രമാത്രം ഒരു വ്യക്തിനെ അളക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ തർക്കം വന്നു. വെളുത്ത നിറം എന്നത് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിൽ എന്താണ് ഇത്ര മഹിമ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എന്നിട്ട് ആ ഒരു കമ്പനിക്ക് അത് ബാധ്യസ്ഥരായി. അവർ ആ ഫെയർ എന്നുള്ള വേർഡ് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കോളജീനെ ഇട്ട് അമ്മാനമാടിയിട്ട് ഓരോ പ്രോഡക്റ്റ് അവർ മാക്സിമം വിൽക്കാൻ നോക്കും. एक अन्य साबुन दोहरी ताजगी दिखाता है. एक मर्द का गोरा चेहरा हंस रहा है. दो स्त्रियां दो तरफ से चूम रही हैं. വേറൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ഒരു പുരുഷൻ ഇങ്ങനെ നിൽക്കുന്നു. പുരുഷൻ്റെ രണ്ട് സൈഡ് കവിളുകളിലും രണ്ട് സ്ത്രീകൾ ചുംബിക്കുന്നു. फिर मुहासा खत्म करने वाली क्रीम वाला कहता है, उस मुहासे को कैसे रोकें?
जो आपके चेहरे से ആകർഷൺ को ചുരാത്ത है. അത് മുഹാസയ്ക്കുള്ള പരസ്യമായിരുന്നു. മുഹാസ എന്ന് പറയുമ്പോൾ ഈ മുഖക്കുരു. അപ്പം മുഖക്കുരുവിനെ എങ്ങനെ മാറ്റണം? നിങ്ങളുടെ കവിളിൽ മുഖക്കുരു ഉണ്ടെങ്കിൽ സ്ത്രീകൾ ചുംബിക്കില്ല. ഇത് നോക്കിയേ, ഈ മുഖക്കുരു മാറിക്കഴിഞ്ഞപ്പോൾ ഈ പുരുഷനെ രണ്ട് കവിളും ബിസിയാണ്, രണ്ട് കവിളിലും സ്ത്രീകൾ ചുംബിക്കുന്നു. അപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഒരു മുഖക്കുരു വരുന്നത്, പ്രത്യേകിച്ച് ഒരു ഏജിൽ, ഒരു ടീനേജേഴ്സിലെ ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ. പക്ഷേ ഈ പരസ്യങ്ങൾ വളരെയധികം മിസ്ലീഡ് ചെയ്യും. ഇത് പുരട്ടിയാൽ ഇത് പോകും. നാച്ചുറലായിട്ടുള്ള ഗ്രോത്തിൻ്റെ ഓരോ പ്രോസസ്സ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി ഇവർ ഓരോരോ പരസ്യങ്ങൾ ഇറക്കും. അതിൽ ഒരുപാട് പേര് നാച്ചുറലി, കാരണം ഇതൊരു പ്രോബ്ലമായിട്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ ഒരു ഇതായിട്ട് മാറും, ഇതിൻ്റെ പിന്നിൽ പോവുകയും ചെയ്യും. एक साबुन के बारे में एक सुंदरी कहती है, यह साबुन मेरी त्वचा की देखभाल जिस ढंग से करता है उसके उस ढंग से मुझे प्यार है. ഒരു സോപ്പിനെ പറ്റി ഒരു സുന്ദരി പറയാണ്, ഈ സോപ്പ് എൻ്റെ സ്കിന്നിനെ ഏത് രീതിയിലാണോ സംരക്ഷിക്കുന്നത് അതിൻ്റെ ആ രീതിയോടാണ് എനിക്കതിനെ ഇഷ്ടം. स्त्रियों को सीधे संबोधित तमाम अंग्रेज़ी हिंदी पत्रिकाएं और फैशन पत्रिकाएं ऐसे विज्ञापनों से भरी होती हैं जो स्त्री के चेहरे की त्वचा और बालों के प्रसाधनों को विज्ञापित करती हैं. ഈ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള മാഗസീൻസ്, ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഇതേപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. जो स्त्री के चेहरे की त्वचा और बालों के प्रसाधनों को विज्ञापित करती हैं. മെയിനായിട്ട് അവർ ഉന്നം വെക്കുന്നത് സ്ത്രീകളുടെ സ്കിന്നും മുടിയും. इन तमाम विज्ञापनों में गोराई, फेयरनेस, പിന്നെ ताजगी, फ्रेशनेस और आकर्षण, टू बी अट्रैक्टिव जैसे शब्द बारंबार प्रयुक्त होते हैं. स्त्रियों के लिए विज्ञापित वस्तुओं, खासकर प्रसाधन सामग्री आदि के लिए अनिवार्य शब्दकोश की तरह ये नए सौंदर्य शास्त्र की ആധാർശിലായേ हैं. അപ്പോൾ എഴുത്തുകാരൻ പറയുന്നത്, അപ്പോൾ ഈ റൈറ്റർ പറയുന്നത്, ഇപ്പോൾ ഒരു പുതിയ സൗന്ദര്യശാസ്ത്ര, ഒരു ഈസ്തറ്റിക് സെൻസ് സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആധാർശില, അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എന്താണ്? ഈ പ്രസാധന സാമഗ്രിയാണ്. ഇതൊന്നും ഇല്ലാതെ ഇപ്പം ഒരു സൺസ്ക്രീൻ ലോഷനോ ഒരു മോയ്സ്ചറൈസറോ ഇതൊന്നും ഇല്ലാതെ, ഫേഷ്യൽ ക്രീംസ് ഒന്നും ഇല്ലാതെ ജീവിക്കാനൊക്കാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ എണ്ണത്തിൽ അത്രമാത്രം കൂടിയിരിക്കുകയാണ് ഇവരുടെ ഉപയോഗവും. അതിനുവേണ്ടി തന്നെ ഒരു ശബ്ദകോശ്, ഒരു ഡിക്ഷണറി ഉണ്ടാക്കേണ്ടി വരും. ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഏതൊക്കെ എവിടെയൊക്കെ ചേർക്കണം, ആദ്യം ക്ലെൻസർ ഉപയോഗിക്കണോ, പിന്നെ മോയ്സ്ചറൈസർ ആണോ, ഇതിനെയൊക്കെ ഒരു ഡിക്ഷണറി തന്നെ ഉപയോഗിക്കേണ്ടി വരും. हम माने या ना माने, प्रसाधन सामग्री और विज्ञापनों ने मिलकर हमारे समाज में स्त्री सौंदर्य का एक नया मानक സ്ഥാപിത് കർ ദിയാ ഹെ. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സും ഈ അഡ്വർടൈസ്മെൻറ്റ്സും കൂടെ ചേർന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ സൗന്ദര്യത്തിന് ഒരു നയാ മാനക്, ഒരു പുതിയ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ നമ്മുടെ മനസ്സും വെമ്പൽ കൊള്ളും. ഇപ്പം നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന വളരെ വെളുത്ത പെൺകുട്ടികൾ, ഫിലിമിൽ കാണുന്ന, അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന എല്ലാം നല്ല നല്ല സുന്ദരി പെൺകുട്ടികൾ. അപ്പം നാച്ചുറലി നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളും അങ്ങനെ ആവണം. പിന്നെ നമ്മുടെ പുരുഷന്മാരാഗ്രഹിക്കും എൻ്റെ ഭാര്യയെ എങ്ങനെ ആവണം, അല്ലെ എൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കണം, എൻ്റെ പെങ്ങൾ ഇങ്ങനെ ഇരിക്കണം. കാരണം അഡ്വർടൈസ്മെൻറ്റ്സിലെ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണ്. ഉസ്കി ത്വച ചമക്ദാർ ഹെ ഓർ തരോ താസ, എന്ത് ഫ്രഷ് സ്കിൻ, എന്ത് ക്ലിയർ സ്കിൻ. മുസ്കാൻ ഉസ്കെ ചെഹറെ പർ ഹമേഷ രഹത്തി ഹെ, എപ്പോഴും ഒരു മന്ദസ്മിതം, ഒരു സ്ത്രീയുടെ ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. ഫിൽമോ മേ, സീരിയലോ മേ, വിജ്ഞാപനോ മേ, ഫിലിമിലായാലും സീരിയലിലായാലും അഡ്വർടൈസ്മെൻറ്റിലായാലും തമാം ജഗ സ്ത്രീ കാ ചെഹറ യുവാ, ചമക്ദാർ, തരോ താസ ഓർ ആക്രാമക് ഹെ. എവിടെ നോക്കിയാലും ഇതേപോലെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള, അതെന്ന് വെച്ചാൽ വളരെ ആകർഷകമായുള്ള സ്ത്രീ രൂപമാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ ഈ ഒരു മെസ്സേജ്, അവയർനെസ് മെസ്സേജ് കൂടിയാണ് ഈ ഒരു ലേഖ്. എന്നുവെച്ചാൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോകം നമ്മളെ ഫേക്കായി നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാച്ചുറൽ ഗ്രോത്തിനെ ടാമ്പർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സൊക്കെ അവർ കാണിക്കുകയും അതിനവർ പരസ്യത്തിന് ഉപയോഗിക്കുന്ന മുഖങ്ങൾ, ഇപ്പം നമുക്കറിയാം, നമ്മൾ മൊബൈലിൽ നമ്മളെങ്ങനെ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിനെ, എത്രമാത്രം എഡിറ്റിംഗ് ആപ്സ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാം, പണ്ടറിയില്ലായിരുന്നു.
ഇപ്പം നമുക്ക് പിമ്പിൾ ഫ്രീ ഫേസ് ആക്കാം, നമ്മുടെ സ്കിന്നിനെ തന്നെ ഉള്ള നിറത്തേക്കാൾ വെളുത്ത നിറമായിട്ട് കാണിക്കാം. ഇതെല്ലാം എഡിറ്റിംഗ് ആപ്സാണ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പെൺകുട്ടികളുടെയൊക്കെ സ്കിന്ന് ഇപ്പം പിറന്നു വീണ കുട്ടികളുടെ സ്കിന്നിനെ പോലെ സോഫ്റ്റും ഫ്രഷും ആയിട്ടാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് അത് അനുകരിച്ച് അതുപോലാകാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഫേഷ്യൽ ക്രീംസ് തേച്ച്, വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയുന്ന പോലെ റിയാക്ഷൻ ഉണ്ടായി. പിന്നീട് സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്നും പെടാതിരിക്കാൻ ഇതൊരു ബാസാർ തന്ത്രമാണ്. ഈ റൈറ്റർ ഒരു മീഡിയ അനലിസ്റ്റ് കൂടിയാണ്. മീഡിയയിൽ നടക്കുന്ന ഓരോ ചലനവും, മാർക്കറ്റിൽ നടക്കുന്ന ഓരോ ചലനവും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വ്യക്തമായി അതിനെപ്പറ്റി എഴുതുന്ന ഒരു വ്യക്തിയാണ് സുധീഷ് പച്ചോരി. അപ്പോൾ അദ്ദേഹം ഈ ഒരു മീഡിയയുടെ അല്ല ഈ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഇത് കാണുന്നത്. മനുഷ്യനെ താൻ എന്തല്ലയോ അത് അറ്റൈൻ ചെയ്യാനുള്ള ഒരു വ്യഗ്രത മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. മാക്സിമം ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിച്ചു കൂട്ടും. മാക്സിമം ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ നമ്മുടെ ഉള്ള രൂപം, ഉള്ള നാച്ചുറൽ സൗന്ദര്യം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ വേറെ എന്തോ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലാണ് മനുഷ്യർ. അതിനെ ഒരു കടിഞ്ഞാനിടാനും കൂടിയുള്ള ഒരു ലേഖമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. സ്ത്രീ ജോ ഏക് ത്വചാ ഹെ എന്ന ഈ ഒരു വ്യംഗ്യലേഖ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റയറാണ്, ഒരു കളിയാക്കലാണ്. ഇതിൽ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെൻറ്റ് ലോകവും നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സും നമ്മുടെ ബ്യൂട്ടി കൺസേൺസിനെ പറ്റിയൊക്കെ വളരെ നിശിതമായി എങ്കിൽ കളിയാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ. ഇതിൽ പച്ചോരിജി പറയുന്നത്, അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സുധീഷ് പച്ചോരി ഒരു മീഡിയ അനലിസ്റ്റ് കൂടിയാണ്. വളരെ സൂക്ഷ്മമായി മീഡിയ ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയാണ്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ലോകവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സൗന്ദര്യശാസ്ത്ര കാ പൂര ആധാർ ത്വചാ ഹെ. ഇപ്പോഴത്തെ എല്ലാ ബ്യൂട്ടി കോൺസെപ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ബേസ് സ്കിന്നാണ്. സമൂച്ച ബൽ താज़ चमकदार और गोरी त्वचा पर है. सारा ध्यान स्त्री के चेहरे पर है. तरोताज़ा बनाए रखने का दर्शन कहता है कि मनुष्य का सौंदर्य उसकी खाल में रहता है. മനുഷ്യൻ്റെ സൗന്ദര്യം മുഴുവനും അവൻ്റെ സ്കിന്നിലാണെന്നാണ് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ്. സാരാ ധ്യാൻ സ്ത്രീക്ക് ചെഹരെ പർ ഹെ. ഫേസ് അട്രാക്റ്റീവായിട്ടിരിക്കണം, താസ ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, ചമക്ദാറായിരിക്കണം, നല്ല ഷൈൻ ചെയ്യണം. ഓർ ഗോരി ത്വച, പിന്നെ വെളുത്തിരിക്കണം, അത് ഉറപ്പായിട്ടുമാണ്. इस तरह समूचा प्रसाधन तंत्र മൂലतः एक ഖാൽ തന്ത്രമേ തബ്ദീൽ ഹോ ഗയാ ഹെ. ഇത് കണ്ടാൽ തോന്നും ഈ സ്കിന്നിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടാൽ തോന്നും സ്കിന്നിൻ്റെ നിറം, സ്കിന്ന് അട്രാക്റ്റീവ് ആയിരിക്കണം. ഇപ്പോഴത്തെ ഹോൾ ബ്യൂട്ടി കോൺസെപ്റ്റ് ഈ സ്കിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. തൊലിപ്പുറത്തുള്ള ഒരു സൗന്ദര്യം അത് മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് അംഗീകരിക്കുന്നുള്ളൂ. ആഖിർ ഇത്തനി തരോതാസ ഖാൽ ക്യോ ചായി. അപ്പോൾ എഴുത്തുകാരൻ ചോദിക്കുകയാണ്, ഇത്രയും ഫ്രഷ് സ്കിൻ വേണം എന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താണ്? ഇസ് പർ സ്ത്രീയോं की खाल ही क्यों चाहिए. അതും സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രഷർ. മർദോं की खाल क्यों नहीं. इसलिए कि मर्दों के लिए ताकत का संदेश तय पाया गया है. പുരുഷന്മാർക്ക് അവരുടെ കായിക ബലമാണല്ലോ പൗരുഷത്വത്തിൻ്റെ ഒരു പ്രതീകം. ഇനി അതുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ മാത്രം ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത്. മർദ് താക്കത്ത് കാ പ്രതീക് മാനെ ജാത്തെ ഹൈ. ഉन्हें ലക്ഷിത് വിജ്ഞാപൻ ഉൻകി കോമൽത കാ ബഖാൻ നഹീ കർത്തെ. പുരുഷന്മാർ പൊതുവെ സ്ട്രോങ് വിൽ പവർ ഉള്ളവരും ശാരീരികമായിട്ടും കായികപരമായിട്ടും ശാരീരികമായിട്ടും നല്ല പവർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ജെൻഡർ സെൻസിറ്റൈസ്ഡ് സൊസൈറ്റിയിലുള്ളത്. സ്ത്രീകൾ കരയാനുള്ളവളും പുരുഷന്മാർ കരയാൻ പാടില്ല. കുട്ടികളെ ചെറുതിലേ പഠിപ്പിക്കും, ആൺകുട്ടികൾ കരയാൻ പാടില്ല. അപ്പം പുരുഷന്മാർക്ക് പൗരുഷത്വത്തിൻ്റെ ഒരു പ്രതീകം അവരുടെ ബലമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം സ്ത്രീകളിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. കോമൽത്ത സ്ത്രീ കാ വിശേഷൻ ठहरा. കോമൽത്ത ഹോ तो മുർझाई नहीं हो. സോഫ്റ്റ് ആയാൽ മാത്രം പോരാ, മുർझाई नहीं हो. മുർझाന എന്ന് വെച്ചാൽ ഇങ്ങനെ വാടിയ ഒരു സോഫ്റ്റ്നെസ് പോരാ, ഫ്രഷ് ആയിരിക്കണം. കോമൽ ഹോ कोई चीज़ और ताज़ा ना हो तो कोमलता दिखेगी कैसे. സോഫ്റ്റാണ് പക്ഷേ ഫ്രഷ് അല്ലെങ്കിൽ പിന്നെ അത് ആരെയും അട്രാക്റ്റ് ചെയ്യില്ല. താസ ഹോ
तो ആകർഷക് ദിഖ്ന അനിവാര്യ ഹെ. ഇനി സോഫ്റ്റ് ആയിരിക്കണം, കോമലായിരിക്കണം, അതുപോലെ താസ ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രമല്ല ആകർഷക് ദിഖ്ന അനിവാര്യ ഹെ, അട്രാക്റ്റീവ് ആയിരിക്കണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. कारण आकर्षण सौंदर्य की जगह ले चुका है. प्रसाधन शास्त्र ने यह सिद्ध कर दिया है कि वह असुंदर को आकर्षक बनाते हुए അനിവാര്യ ബനാ സക്ത ഹെ. ബ്യൂട്ടി പ്രോഡക്ട്സ് ഇപ്പോൾ ഇങ്ങനെ വളരെ ചാലഞ്ചിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ അനിവാര്യമായ ഒരു പ്രസൻസാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ആക്കി തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ എത്ര നമ്മൾ അഗ്ലി ആണെങ്കിലും, നമ്മളെ കാണാൻ കൊള്ളാത്തയാണെങ്കിലും മേക്ക് ഓവർ ചെയ്തിട്ട് വളരെ അട്രാക്റ്റീവായിട്ടും വളരെ അനിവാര്യ ബനാസക്ത എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു അനിവാര്യതയാണ്, നമ്മുടെ എക്സിസ്റ്റൻസ് വളരെ അത്യാവശ്യമാണ്, അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കും ഈ ബ്യൂട്ടി പ്രോഡക്ട്സ്. अंग्रेज़ी के रूमानी कवियों ने सौंदर्य को शाश्वत आनंद का कारण कहा. നമ്മുടെ ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പോയറ്റ്സ് പറയാറുണ്ട് തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. പക്ഷേ അവർ ഉദ്ദേശിച്ചിരുന്നത് വഹ സൗന്ദര്യ വായവീ ഥ, അമൂർത്ത് ഥ, ഭാവന കാ ഥ, ഹൃദയ കാ ഥ. അവർ ഈ തൊലിപ്പുറത്തെ സൗന്ദര്യം അല്ല ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റിൻ്റെ ഒരു ഭാവന, അതിൻ്റെ ഒരു ഹൃദയപരമായ സൗന്ദര്യം, അതിൻ്റെ ആ ഒരു റിച്ച്നെസ് ആയിരുന്നു അവർ കാട്ടിയിരുന്നത്. അല്ലാതെ ബാഹ്യമായിട്ട് അട്രാക്റ്റീവായിട്ട് ഇരിക്കുകയല്ല എന്നവർ ഉദ്ദേശിച്ചത്. सौंदर्य प्रायः दृष्टा की दृष्टि या भावना में रहता था. वह अमर, शाश्वत और नित्य नवीनता से युक्त होता था. रमणीय वही होता था जो नित्य नया होता रहे. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक ഭാവ് സൗന്ദര്യ പർ ജോർ രഹത്ത. അപ്പോൾ എഴുത്തുകാരൻ ഇവിടെ പരമ്പരാഗതമായ സൗന്ദര്യശാസ്ത്രം, നമ്മുടെ ട്രഡീഷണൽ ബ്യൂട്ടി കോൺസെപ്റ്റ്സും ഇപ്പോഴത്തെ ബ്യൂട്ടി കോൺസെപ്റ്റ്സും തമ്മിൽ കമ്പയർ ചെയ്ത് പറയാണ്. പരമ്പരാഗതമായ ബ്യൂട്ടി കോൺസെപ്റ്റിൽ രൂപ സൗന്ദര്യസെ അധിക് ഭാവ സൗന്ദര്യ പർ ജോർ രഹത്ത ഥ. നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ വ്യക്തിത്വത്തിനുമായിരുന്നു പരമ്പരാഗതമായ സൗന്ദര്യശാസ്ത്രം ഊന്നൽ നൽകിയിരുന്നത്. ഇപ്പം പക്ഷേ തൊലിപ്പുറത്തുള്ള വെളുപ്പും തൊലിപ്പുറത്തുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ മതി, അതിനാണിപ്പം ഇമ്പോർട്ടൻസ്. नए सौंदर्य शास्त्र का सारा दारोमदार रूप पर है. इसीलिए नख शिख रूप वर्णन का नया रीतिकाल एक उद्योग की शक्ल में पैदा हो गया है. इस नए रीतिकाल ने पुराने रीतिकालीन दरबारी ग्राहक को हर जगह पैदा कर लिया है. ഈ രീതികാലീൻ സംസ്കൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഈ മുഗൾ ഭരണം നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യമാണ്. അവിടെ ഈ രീതികാൽ എന്ന് പറയും ഹിന്ദി ലിറ്ററേച്ചറിൽ ആ ഒരു കാലഘട്ടത്തിനെ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വലിയ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വലിയ കൊട്ടാരത്തിലൊക്കെ താമസിക്കുന്ന റാണിമാർക്കും രാജകുമാരിമാർക്കും അതിനുള്ള സമയവും സന്ദർഭവും ഉണ്ടായിരുന്നു. സൗന്ദര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മുടിയായാലും പിന്നെ അവർക്ക് വേറെ അല്ലലൊന്നും ഇല്ലല്ലോ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു കൾച്ചർ ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ സാമാന്യ വീട്ടിലെ പെൺകുട്ടിക്കും ആ ഒരു മുഗൾ റാണിമാരും രാജകുമാരിമാരും അവലംബിച്ചിരുന്ന അതേ സൗന്ദര്യ വസ്തുക്കളൊക്കെയാണ് ഇവരിപ്പം ഉപയോഗിക്കുന്നത്. इस नए रीतिकाल ने पुराने रीतिकालीन दरबारी ग्राहक को हर जगह पैदा कर लिया है. विशाल मध्य वर्ग उन तमाम सुखों की लूट में व्यस्त है जो एक ज़माने में सिर्फ सामंतों राजाओं को उपलब्ध थे और जिनका एकाधिकार था. ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോഴത്തെ സാധാരണ കുടുംബങ്ങളിലെ വ്യക്തികളും ചെയ്യാറുണ്ട്. उपभोक्तावादी युग ने उस सामंती अहंकार की मूछें मरोड़कर धर दी हैं. सामान्य परिवार की लड़कियों के चेहरे रूप सज्जा में नूरजहाँ के चेहरे का मुकाबला करते हैं. ഇപ്പോഴത്തെ ഈ കൺസ്യൂമർ ഒരു യുഗം സത്യം പറഞ്ഞാൽ പഴയ വലിയ ജന്മികളുടെയൊക്കെ അഹങ്കാരം തീർത്തിട്ടുണ്ട്. കാരണം അവർക്ക് അന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ
സുഖ സൗകര്യങ്ങളും ബ്യൂട്ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ സാധാരണ മനുഷ്യനും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ നൂർജഹാൻ പോലെ ഒരുങ്ങി വരുന്ന കാണാം. ചില അഡ്വർടൈസ്മെൻറ്റിൽ സ്വയം നൂർജഹാൻ പ്രസാധൻ ബേച്ച്നെ നിക്ലി ഹൂ, നൂർജഹാനെ പോലെ തന്നെ ഒരുക്കിയിട്ട് ഓരോരുത്തർ ബ്യൂട്ടി പ്രോഡക്ട്സ് വിൽക്കാൻ വരും. विज्ञापन जगत के विशेषज्ञों ने कड़ी मेहनत से कुछ नुस्खे तैयार किए हैं. उनमें स्त्री के सामान्य भावों, गुणों और नाक नक्श का മാനകീകരണം കിയാ ജാത്താ ഹെ. ഇനിയും ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകം ചെയ്യുന്ന വേറൊരു വലിയ ഒരു ആപത്തെന്ന് വെച്ചാൽ സ്ത്രീയുടെ സാമാന്യ ഗുണങ്ങളുണ്ടല്ലോ, ഭാവങ്ങൾ. ഇപ്പോൾ സ്ത്രീക്ക് പൊതുവെ ഒരു മിതഭാഷി അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നൊരു സ്ത്രീ, സ്വഭാവ വിശേഷതകളുള്ളത്, വളരെ ദയുള്ള സ്ത്രീ, മമതയുള്ള സ്ത്രീ, വാത്സല്യമുള്ള സ്ത്രീ, അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പം വേറൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു മാനകീകരൺ. ആ സ്റ്റാൻഡർഡൈസേഷനിൽ എന്താണ്, സ്ത്രീയാണെങ്കിൽ ഇത്രയും വെളുത്തിരിക്കണം, ഇങ്ങനെ മെലിഞ്ഞിരിക്കണം, ഇങ്ങനെ അട്രാക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണ്, രൂപ് വൈവിധ്യ ജോ പ്രകൃതി കാ ധർമ്മ ഹെ അതില്ലാതാവുന്നു. നേച്ചറിൻ്റെ ഒരു സാമാന്യ ഏറ്റവും ബേസ് എന്താണ് നേച്ചറിൻ്റെ? രൂപവൈവിധ്യം. ഓരോ സൃഷ്ടിയും വേറെ വേറെയാണ്, ഓരോ ലെവലിൽ പ്രത്യേകതകളുണ്ട്, ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസിനെ ഇല്ലാതാക്കിയിട്ട് ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ഒരു സ്റ്റാൻഡേർഡ് സ്ത്രീയെ ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ആപത്ത് എന്താണ്, നമ്മളെല്ലാവരും ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കുകയും പരിഭ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ മെലിഞ്ഞിരിക്കണം, അപ്പം നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആവും. നമ്മുടെ വണ്ണം കാരണം, നമ്മുടെ നിറം കാരണം, നമ്മുടെ പൊക്കമില്ലായ്മ കാരണം, അങ്ങനെ പല ഇഷ്യൂസ് കാരണം ഈ സ്റ്റാൻഡേർഡ് മാനകീകരൺ, ഈ രൂപം എത്താൻ വേണ്ടി എല്ലാവരും വളരെയധികം ടെൻഷൻ അടിക്കുന്നു. रूप वैविध्य जो प्रकृति का धर्म है में ऐसे सामान्य सूत्र ढूंढ लिए गए हैं जो हर स्त्री के लिए प्रीतिकर हो सकते हैं. सुंदर एवं आकर्षक दिखने की इच्छा एक उम्र में नैसर्गिक होती है, किंतु बाल रंगने, झुर्रियाँ मिटाने और युवा दिखाने की गारंटी करने वाले विज्ञापन सबसे ज़्यादा उन्हें फुसलाते हैं जो नैसर्गिक सौंदर्य से अधिक कुछ और चाहते हैं. ഇനി ഇതിൻ്റെ വേറൊരു ആപത്ത് സുധീഷ് പച്ചോരിജി പറയുന്നത്, ഒരു പ്രായത്തിൽ ഈ യുവാക്കൾക്കും പിന്നെ ടീനേജിലെ കുട്ടികളും ഒക്കെ നാച്ചുറലി അവരുടെ ആ ഒരു ഏജ് അത് ആയത് കാരണം അവർ അട്രാക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത്, അതിൽ വലിയ തെറ്റില്ല. പക്ഷെ ഒരു വയസ്സായവരും മനസ്സിലും ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് വല്ലാതെ ചലനം സൃഷ്ടിക്കും. അവർ സ്വാഭാവികമായിട്ട് നരച്ചത് അത് മുടി ഡൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഈ ഡൈ വഴിയാണെന്നാണ് പറയുന്നത്, ഈ മുടിയിൽ തേക്കുന്ന ഡൈ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സ്ത്രീയുടെ രൂപം കിട്ടാൻ വേണ്ടി നമ്മൾ ഡൈ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വ്രിങ്കിൾസ്, ആൻറ്റി വ്രിങ്കിൾ ക്രീംസ് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഒരു 35+, ഒരു 40+ എല്ലാവർക്കും അതാണ് പിന്നെ ചിന്ത, സ്കിന്നിൽ ഈ വ്രിങ്കിൾസ് ചുളിവുകൾ വീഴാതെ എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് കുറേ ക്രീംസും ബ്യൂട്ടി പ്രോഡക്ട്സും ഇതെല്ലാം കൂടെ ആകുമ്പം ഈ മധ്യവയസ്കരെയും വേറൊരു ലെവലിൽ ഇത് വല്ലാതെ ബാധിക്കുന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. സ്ത്രീ കാ മോഡൽ കോമൽ, യുവ, ആകർഷക്, സുന്ദർ और उत्तेजक ही हो सकता है. विज्ञापन जगत स्त्री की इस छवि को एक ही साथ उत्तेजित और मजबूत बनाता हुआ चलता है. സ്ത്രീ എന്ന് പറയുമ്പം അവൾ കോമലായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, യുവ ആയിരിക്കണം, ചെറുപ്പമായിരിക്കണം, ആകർഷകമായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, സുന്ദർ ഓർ ഉത്തേജക് ഹോ സക്താ ഹെ. ഉത്തേജക് എന്ന് പറയുമ്പോൾ ഒരു മാദക സൗന്ദര്യം എന്ന് വെച്ചാൽ നമ്മളെ ആരെയായാലും അങ്ങോട്ടൊന്ന് നോക്കണം. നമ്മളൊരു സ്ത്രീയെ നമ്മൾ ഒരു നോട്ടം നോക്കിയാൽ പോരാ, നമുക്ക് പിന്നെയും നോക്കാം, അത്രമാത്രം ഉത്തേജകമായിരിക്കണം. विज्ञापन जगत स्त्री की इस छवि को एक ही साथ उत्तेजित और मजबूत बनाता हुआ चलता है. ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകം സ്ത്രീയെ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. त्वचा और चेहरे की देखभाल, केश एवं नाखूनों की देखभाल आदि की बढ़ती हुई चिंता बताती है कि विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार
दे दिया है. ഇപ്പം നമ്മൾ സ്കിന്ന്, പിന്നെ നമ്മുടെ ഫേസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഓർഗാനിക് ഫേഷ്യൽസ് ഉണ്ട്, വെജിറ്റബിൾ പീൽ എന്ന് പറയും, പിന്നെ അല്ലാതെ ഗോൾഡൻ ഫേഷ്യൽ, അങ്ങനെ പല പല ഫേഷ്യൽസ്. ചെഹറയ്ക്ക് ദേഖ്ഭാൽ കെ ലിയെ കേശ് വ നാഖുനോ കെ കേശ്, മുടി സംരക്ഷണത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി കേളി ആക്കുക, കേളി സ്ട്രെയിറ്റ് ആക്കുക, പിന്നെ പ്രോട്ടീൻ റിച്ച് ആക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വോളുമിനൈസ് ചെയ്യുക. മുടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈയിടെ വന്നിരിക്കുന്നതാണ് ഈ മുടി. ഈ ബ്യൂട്ടി പാർലറുകാർ മുടികൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന എല്ലാം വളരെ ഹാംഫുള്ളായിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഈ ഹീറ്റ് കൊണ്ടാണ് അവർ സ്ട്രെയിറ്റ് ചെയ്യുന്നതും കേളിയാക്കുന്നതും എല്ലാം. അത് ഈ സത്യം പറഞ്ഞാൽ മുടി എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രാൻഡ്സാണ് ഈ മുടി. അതിനെ മാക്സിമം നിർജീവമാക്കും ഈ സംഭവങ്ങൾ. പക്ഷേ കൊച്ചുകുട്ടികൾ അതിൽ വീണു പോകും. എന്നിട്ടൊരു ഏജ് സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഒരിടയ്ക്ക് ഭയങ്കര ഫാഷനായിരുന്നല്ലോ. ഇപ്പോൾ ആരെയും കാണാനില്ല അങ്ങനെ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലായി മാസമായിട്ട് മുടി പൊഴിയും, അവസാനം തലയിൽ മുടി ഇല്ലാതാവും ഒരു പ്രായം കഴിയുമ്പോൾ. കാരണം ഇത്രയും ചൂട് ഹീറ്റാണ് ഈ തലയിലോട്ട് ഇവർ അടിക്കുന്നത് ഹെയർ ബ്ലോ ചെയ്യുമ്പോൾ. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു എഴുത്തുകാരൻ വളരെ നിസ്സാരമായിട്ടൊരു കളിയാക്കി എഴുതിയ ഒരു ആർട്ടിക്കിളാണെങ്കിലും ഇത് വായിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ തന്നിരിക്കുന്നത് ഇതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക. ഹെൽത്തി ഫുഡ് കഴിച്ച് നമ്മൾ ഒരു പ്രകൃതിയിലെ വൈവിധ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. കാരണം ഒരിക്കലും ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ പോലെ ആകാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൗന്ദര്യം നിലനിർത്തുക എന്ന ഒരു സന്ദേശമായിരിക്കാം ഈ ഒരു എസ്സേ നിങ്ങൾക്ക് തരുന്നത്. ഈവൻ കേശ് ഓർ നാഖൂനോ കി ദേഖ്ഭാൽ, നഖവും അതുപോലെ നഖവും വളരെ നെയിൽ ആർട്ട്, നെയിലിനെ പല രീതിയിൽ മാനിക്യൂർ പെഡിക്യൂർ എല്ലാം ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഈ നെയിൽ ആർട്ട് തന്നെ ഒരുപാട് രീതിയിൽ നഖത്തിനെ പല രീതിയിൽ വെട്ടുക, കളർ ചെയ്യുക, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും ഈ ബ്യൂട്ടി കോൺസെപ്റ്റിൽ. മനുഷ്യ की हमेशा जवान बने रहने की इच्छा को മഹാകാവ്യാത്മക് വിസ്താർ ദേദി. ഇതിനെല്ലാത്തിൻ്റെയും പിന്നിൽ എപ്പോഴും മനുഷ്യൻ ചെറുപ്പമായിട്ടിരിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹമേഷ തരോ താസ ദിഖേ, ഹമേഷ ആകർഷക് ദിഖേ, ഹമേഷ പ്രഭാവശാലി ദിഖേ. എപ്പോഴും ഫ്രഷായിട്ട് തോന്നുക, കണ്ടോ ദിഖേ, ആ തോന്നുകയ്ക്കാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ശരിക്കും തരോ താസ ആവണമെന്നില്ല. ഹമേഷ ആകർഷക് ദിഖേ, എപ്പോഴും അട്രാക്റ്റീവായിട്ട് തോന്നുക. इन संदेशों में तरोताज़ा रहने की जगह दिखने पर अधिक जोर रहता है. ദിഖ്ന ഹി ഹോത്താ ഹെ. അകത്തുനിന്ന് ഫ്രഷ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, വെളിയിൽ നിന്ന് ഫ്രഷ് ആണെന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കുക. ആപ് कैसे दिखते हैं वही आपको होना है. यदि आप दूसरे का ध्यान नहीं खींच सकते तो आपका होना कहाँ हुआ. മറ്റുള്ളവരുടെ ആകർഷണം, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു നോട്ടം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റൻസ് വ്യർത്ഥമാണ് എന്നാണ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ മനസ്സിൽ ഒരു ധാരണ വളർത്തി വലുതാക്കുന്നത്. അത് കാരണം എല്ലാ കുട്ടികളും എല്ലാ മനുഷ്യരും അട്രാക്റ്റീവ് ആവാനുള്ള ഒരു ശ്രമത്തിലാണ്. അവരുടെ നാച്ചുറലായിട്ടുള്ള പ്രത്യേകതകൾ മറച്ചു വെച്ചിട്ട് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരാനുള്ള ഒരു വ്യഗ്രതയിൽ കുറേ കാശും ചിലവാക്കും, മാനസിക സമ്മർദ്ദവും ഏറ്റുവാങ്ങും. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദിഖ്ന, തോന്നുക, മറ്റുള്ളവർക്ക് തോന്നണം നമ്മൾ അട്രാക്റ്റീവാണ്. നമ്മൾ എത്ര പുട്ടിയടിച്ച് മേക്കപ്പ് അടിച്ച് വരികയോ നമ്മുടെ ഉള്ളിലെ പിമ്പിൾസും നമ്മുടെ സ്കിന്നിലെ വ്രിങ്കിൾസ് എല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് ബേസ് അടിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അട്രാക്റ്റീവായിട്ട് തോന്നണം. ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ ഈ റൈറ്റർ ഇതിൽ നമ്മളെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമയത്തുള്ള ആ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റുമായിട്ട് തട്ടി നോക്കിച്ചിട്ട് പറയാണ്, അന്ന് നൂർജഹാൻക്ക് എന്തൊക്കെ സൗന്ദര്യമുണ്ടായിരുന്നോ അതെല്ലാം ഇന്നത്തെ സാധാ വീട്ടുകളിലെ കുട്ടികൾ പോലും അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ഒരു
ഒരു അതിർവരമ്പ് തുടച്ചു മാറ്റിയിട്ടുണ്ട് പണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും. ഇപ്പോൾ എല്ലാവരും ഫേഷ്യലിന്, ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിലും എത്ര വലിയ പാക്കേജാണ് ബ്യൂട്ടീഷ്യൻസിന് കൊടുക്കുന്നത്. പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നുമില്ല. മാക്സിമം പൈസ ഈ വെളിയിൽ അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടി ചിലവാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒരു പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ എഴുത്തുകാരൻ പറയുന്നത് പ്രകൃതിയുടെ സാമാന്യമായിട്ടുള്ള ഒരു തത്വമാണ് ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തമായിട്ട് കാണപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും കണ്ണും മൂക്കും ചെവിയും കാലും കൈയും ഒക്കെ ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയും ഡിഫറെൻ്റാണ്. സൃഷ്ടിയുടെ ഓരോ വ്യക്തിയും, പ്രകൃതിയുടെ ഓരോ സൃഷ്ടിയും വ്യത്യസ്തമാണ്. പക്ഷെ ആ വ്യത്യസ്തമാണ് നമ്മൾ ഇല്ലാതാക്കാൻ നോക്കി ഒരു സ്റ്റാൻഡേർഡ് ഫോം അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ് മനുഷ്യർ. അപ്പോൾ എഴുത്തുകാരൻ പറയുന്നത് ചെറുപ്പക്കാർ ഇതിന് പിന്നിൽ ഓടുമ്പം അതത്ര വിരൂപമായിട്ട് തോന്നത്തില്ല. പക്ഷേ മധ്യവയസ്കരും പ്രായമായവരും എല്ലാം ഈ ചെറുപ്പക്കാരെ പോലെ മുടി ഡൈ ചെയ്ത് മുഖത്ത് ഒരുപാട് മേക്കപ്പും ചെയ്ത് ഈ ഒരു ചെറുപ്പമാകാൻ ശ്രമിക്കുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് അതിനേക്കാളും വിരൂപമായിട്ട് തോന്നും. സുധീഷ് പച്ചോരി ഇവിടെ ഈ ഒരു ഭാഗത്ത് സുധീഷ് പച്ചോരി ഈ ഒരു സെറ്റയറിൽ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴും പറയാണ് ഈ ഒരു സ്കിന്നിനെ ബേസ് ചെയ്ത് ഒരു വലിയൊരു റെവല്യൂഷനാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലും ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലും നടന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇസേ പെഹലെ നേത്രോം ഗാലോം ഓർ ബാലോം പർ ജോർ था. ഇതിനു മുമ്പ് മുടിയുടെ അഴകിന് മാത്രമല്ല അതിൻ്റെ ബലം, കണ്ണുകളുടെ ഒരു തിളക്കം എന്ന് വെച്ചാൽ അതെല്ലാം ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിരുന്നു. കവിളുകളുടെ ഒരു ബ്ലഷ് ചെയ്യുമ്പോൾ ഒരു ചുമന്ന കളറ്, അതൊക്കെ ഒരു ഹെൽത്തി ബോഡിയുടെ റിഫ്ലക്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. आज से 20-25 वर्ष पहले के विज्ञापन देखें तो पता चलता है कि प्रसाधन सामग्री त्वचा की चमक, ताजगी और कोमलता पर जोर न देकर आँखों की नज़र, केशों की चमक और मजबूती और गालों की लाली पर जोर देती थी. ഇന്നേക്കൊരു 20-25 വർഷം മുമ്പുള്ള പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് കണ്ണുകളുടെ ആ ഒരു തിളക്കം, നോട്ടം, കണ്ണുകളുടെ ഒരു നോട്ടവും അത് ഈ പഴയ ഹിന്ദി ഫിലിംസിലൊക്കെ കാണാം. അല്ലേ, നായികമാരൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി ചിമ്മി കാണിക്കുന്നത്. കേശോം കി ചമക്, നല്ല മുടി അഴകും അതിൻ്റെ ബലവും, ഗാലോം കി ലാലി, ആ കവിളുകളുടെ ആ തുടുപ്പും, അതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്. ത്വച്ച ബുനിയാദി ക്യാൻവാസ് നഹീ ഥി. അന്ന് സ്കിൻ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അല്ലായിരുന്നു. ആജ് ത്വച്ച യാനി ദേഹ് എക് ജീത്താ ജാഗ്താ ക്യാൻവാസ് ബനാ ദിയാ ഗയാ ഹൈ. ഇന്നാണെങ്കിൽ ഈ സ്കിന്ന് ഒരു ജീവിക്കുന്ന ഒരു ക്യാൻവാസ് പോലെ ആയിരിക്കുകയാണ്. കാരണം ആ ഒരു ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് സ്കിന്ന്. त्वचा को कैनवास, क्रीडास्थली और रंगस्थली बना देने गहरे सांस्कृतिक अनुरोध है. चूँकि प्रसाधन सामग्री का सबसे बड़ा लक्ष्य स्त्री है, इसलिए त्वचा पर जोर देने के अर्थ സെക്സി ഹോ ഉഠ്തേ ഹെ. ഇനി ഈ സ്കിന്നിനെ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസ്, അതിൻ്റെ ഒരു ക്രീഡാസ്ഥലി, അതിൻ്റെ ഒരു പ്ലേ സ്റ്റേഷൻ, ഈ ഒരു എല്ലാ ഫങ്ഷനിങ്ങും നടക്കുന്ന ഒരു പ്ലേ സ്റ്റേഷനായിട്ടാണ് ഈ സ്കിന്നിനെ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു ക്യാൻവാസാണ്. അങ്ങനെ ആക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സാംസ്കൃതിക് അനുരോധമുണ്ട്, ഒരു കൾച്ചറൽ എഫക്റ്റ് അതിലുണ്ടെന്നാണ് പറയുന്നത്. അതിന് കാരണം ഇദ്ദേഹം പറയുന്നത് ഈ പ്രസാധൻ സാമഗ്രിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? സ്ത്രീയാണ്. അപ്പോൾ ത്വച്ചാ പർ ജോർ ദേനേക്ക് അർത്ഥ സെക്സി ഹോട്ടെ ഹെ. ഈ ഹോൾ സ്കിന്നിനെ ഇത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നത് സ്ത്രീയെ തന്നെ ഒരു സെക്സി മോഡലായിട്ട് കാണിക്കാനാണ്. इन विज्ञापनों को पढ़ते हुए ऐसा लगता है कि हम स्त्री नहीं सिर्फ एक त्वचा के बारे में सोच रहे हैं. ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കാണുമ്പോൾ നിങ്ങൾ വെളുത്ത നിറത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാണുമ്പം, അല്ലെ ആപ്കി ത്വച്ച ऐसी हो कि आपको छूने का मन करे, ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ സ്ത്രീയുടെ സ്കിന്നിനെ ഡിഫൈൻ ചെയ്യുന്ന കാണുമ്പം ഈ സ്ത്രീ വെറും ഒരു ത്വച്ച ആയി മാറി, ഒരു സ്കിൻ മാത്രമാണ്, ഒരു സ്കിന്നിൻ്റെ വില മാത്രമേ ഉള്ളൊരു സ്ത്രീക്ക് എന്ന് നമുക്ക് തോന്നിപ്പോവും. സ്ത്രീ ത്വച്ച മാത്ര ബനാതി. ഈ സെൻറ്റൻസാണ് ഇവിടെ വരുമ്പോഴാണ് ഈ എസ്സേയുടെ ആ കാതലായ
ടൈറ്റിൽ തന്നെ വരുന്നത്. സ്ത്രീ ജോയിക് ത്വച്ച ഹെ. ലേഖക് പറഞ്ഞു വരുന്നത് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ, ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഈ പ്രോഡക്ട്സിൻ്റെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടാൽ തോന്നും സ്ത്രീ വെറും ഒരു സ്കിന്നായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. തൊലിപ്പുറത്ത് സൗന്ദര്യം മാത്രമാണ് സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലാതെ ഒരു സ്ത്രീക്ക് ഒരു വ്യക്തിത്വമുണ്ടോ, ഒരു നിലവാരമുണ്ടോ, ഒരു മാന്യതയുണ്ടോ, അവൾക്കൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ, അവളൊരു ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണോ, അങ്ങനെ ഒന്നും നോക്കുന്നില്ല. അവൾ അവിടെ തൊലിപ്പുറം മാത്രം. അവൾക്ക് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് അങ്ങനെ നോക്കുന്നില്ല, ബ്യൂട്ടി മാത്രമേ നോക്കുന്നുള്ളൂ. സൗന്ദര്യ കാ ഉദ്योग സ്ത്രീ കോ മാർക്കർ ഉസ്കി ഖാൽ കോ ഉത്താർ കർ ബേച്ച്താ ഹെ. സത്യം പറഞ്ഞാൽ അത് ഈ പരസ്യങ്ങൾ കണ്ടാൽ തോന്നും സ്ത്രീയെ കൊന്നിട്ട് അവിടെ തൊലി വലിച്ചൂരി വിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സ്ത്രീയുടെ വേറെ ഒരു മാനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത കുറേ പരസ്യങ്ങൾ. यह एक संयोग ही तो है कि आज से 50 वर्ष पहले जो देह क्रांति अमेरिका यूरोप में शुरू हुई थी वह अपने विकसित रूप में हमारे समाज में भी घट रही है. ഇതൊരു കോയിൻസിഡൻസ് എന്ന് വേണേൽ പറയാം. ഒരു 10-25 വർഷം മുമ്പ് ഒരു ദേഹക്രാന്തി, ഒരു റെവല്യൂഷൻ നമ്മുടെ ശരീരത്തിനോട് സംബന്ധിച്ച് വെസ്റ്റേൺ കൺട്രീസിലെ എന്ത് ഉടലെടുത്തോ അത് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളുക ചെയ്തത്. നമ്മൾ ഈസ്റ്റേൺ കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അവിടെ ഉണ്ടായ ആ ഒരു റെവല്യൂഷൻ അതിനേക്കാൾ ഡേഞ്ചറസ് രൂപത്തിലാണ് നമ്മൾ നമ്മൾ പൊതുവേ എല്ലാം ആണല്ലോ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഭാഷയും കൾച്ചറും ഒക്കെ ആണല്ലോ നമുക്ക് യോജിക്കാത്ത ആണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതുപോലെയാണ് ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്. एक नया पश्चिमी सौंदर्य शास्त्र हमारे बाज़ारों, घरों के ड्राइंग रूमों तक फैला है. हज़ारों लाखों बार हम इस नए सौंदर्य के आदर्शों को निहारते रहते हैं, മോഹിത് ഹോത്തെ രഹത്തെ ഹെ. ഈ ഒരു വെസ്റ്റേൺ സൗന്ദര്യശാസ്ത്രം നമ്മുടെ ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പൊതുവേ ഒരു മാനിറം, കാരണം നമ്മുടെ ട്രോപ്പിക്കൽ സോണാണുള്ളത്, നമ്മളതുകൊണ്ട് വെയിൽ ഏൽക്കുന്ന ജനവിഭാഗമായത് കാരണം നമുക്ക് ഈ ഡാർക്കർ ഷെയ്ഡ് നമുക്കുള്ളതാണ്. അത് നമ്മൾ മാറ്റിമറിച്ച് യൂറോപ്യൻസിനെ പോലെ ആകണം, അത്രയും വെളുത്തിരിക്കണം എന്നുള്ളൊരു വാശി പിടിക്കുന്നത് ടോട്ടലി നമ്മുടെ ജിയോഗ്രഫിക്കൽ ഇതുമായിട്ട് മാച്ച് ആവാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്നു. കാരണം നമ്മുടെ ഡ്രോയിങ് റൂമിലും നമ്മുടെ വീടുകളിലും നമ്മുടെ മാർക്കറ്റിലും എല്ലാം ഈ ലിബറലൈസേഷൻ, ഈ ഗ്ലോബലൈസേഷൻ കാരണം ഈ വേൾഡ് ഒരു വില്ലേജായി മാറി. അപ്പോൾ മറുതലത്ത് നടക്കുന്ന വെസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതേ സമയത്ത് ഇവിടെയും നമ്മൾ കാണുന്നു. നമ്മൾ ഡ്രോയിങ് റൂമിൽ നമ്മൾ ടി വിയിലൂടെ കാണുന്നു, നമ്മളത് അനുകരിക്കുന്നു. മാർക്കറ്റിൽ നമുക്കത് അവൈലബിളുമാണ്. അവിടെ എന്ത് പ്രോഡക്റ്റ് ലോഞ്ച് ആവുന്നു അത് ഇവിടെയും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നു. കാരണം വേൾഡ് ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയിരിക്കുകയാണ്. ലിബറലൈസേഷൻ നടന്നു, ഈ ട്രേഡ് മാർക്കറ്റെല്ലാം ഫ്രീ മാർക്കറ്റിംഗ് ആയി. അപ്പോൾ ഏത് പ്രോഡക്റ്റും എവിടെയും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. कस्बों, छोटे नगरों तक में पहुंच गए ब्यूटी पार्लर बहुत सी स्त्रियों के लिए दैनिक, साप्ताहिक और पाक्षिक ज़रूरतें बन गए हैं. ഇപ്പോഴത്തെ ബ്യൂട്ടി പാർലറുകൾ എല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ, സിറ്റിയിൽ എല്ലായിടും എത്തിയിട്ടുണ്ട്. അതിപ്പോൾ ചില സ്ത്രീകൾക്ക് ഡെയിലി പോകേണ്ട ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ചിലർക്ക് ആഴ്ചയിലൊരിക്കൽ, ചിലർക്ക് പാക്ഷിക് 2 ആഴ്ച കുടുംബം പോയാൽ മതി. ചിലർക്ക് ഡെയിലി ബ്യൂട്ടി പാർലറിൽ വിസിറ്റ് ചെയ്യണം എന്നൊരു നിർബന്ധം പോലെ ആയിരിക്കുകയാണ്. नए सौंदर्य शास्त्र ने लोगों को अत्यधिक सचेत कर दिया है कि वे यह ख्याल रखें कि वे कैसे दिखते हैं. ഈ പുതിയ ഒരു നമ്മുടെ ബ്യൂട്ടി കോൺസെപ്റ്റ് മനുഷ്യരുടെ ഇടയിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ അപ്പിയർ ആവുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ, അതിന് വളരെ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുകയാണ്. ഉസേ ജീവൻ കി സഫലത और उपलब्धियों को इस दिखने से जोड़ दिया है. അപ്പോൾ ലൈഫിൽ വേറെ സക്സസ് ആവാനുള്ള ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ലൈഫിൻ്റെ സക്സസ് ഈ ഒരു ബ്യൂട്ടിയിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് നേടുന്നു, നമ്മുടെ ഉപലബ്ധിയാണ്, നമ്മുടെ നേട്ടങ്ങൾ, അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഇസ് ദിഖ്നെ സെ ജോഡ് ദിയാ ഹെ. നമ്മളെങ്ങനെ നമ്മുടെ തൊലിപ്പുറത്തെ ആ ഒരു സൗന്ദര്യം എങ്ങനെയാണ് അപ്പിയർ ആവുന്നത്, അതിനാണ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സൗന്ദര്യശാസ്ത്രം, ഈ ഈസ്തറ്റിക് സെൻസ്, പുതിയ ഈസ്തറ്റിക് സെൻസ്, അതിനാണ് ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. इसने एक नया नस्लवाद पैदा किया है. हम ताज़ा दम चमकदार चेहरे का रौब खाते हैं और मलिन चेहरों से
चाहे हमारे अपने हों घृणा करते हैं. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഈ പുതിയ ബ്യൂട്ടി കോൺസെപ്റ്റ് ഒരു പുതിയ ബ്രീഡ് ഓഫ് മനുഷ്യരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പുതിയ ബ്രീഡ് നസ്ലവാദ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നമ്മുടെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഫേസസ് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. മലീൻ ചെഹറ, കാണാൻ ഭംഗിയില്ലാത്ത നാച്ചുറലി ഉള്ള അവരുടെ ബ്യൂട്ടി ഉള്ള ആൾക്കാരെ ചാഹെ ഹമാരെ അപ്നെ ഹോ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിലും ഹം ഘൃണ കർത്തേ ഹേ, അവരെ നമ്മൾ അകറ്റി നിർത്താനുള്ളൊരു ശ്രമം. ഇത് പല ഈ മാരേജ് ഫങ്ഷൻസിനും പല സോഷ്യൽ ഗ്യാതറിങ്സിലൊക്കെ നമുക്ക് കാണാം. ഈ ഫോട്ടോസ് എടുക്കുമ്പോഴും എല്ലാം വളരെ അട്രാക്റ്റീവായിട്ട് അപ്പിയർ ചെയ്യുന്നവരെ മാത്രം കേന്ദ്രീകരിച്ച് ഓരോരുത്തർ ഫോട്ടോസ് എടുക്കുക. അപ്പം വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിലും കാണാൻ ഭംഗിയില്ലെങ്കിൽ ആ ഫ്രെയിമിൽ അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു പുതിയ ബ്രീഡ് ഓഫ് ആൾക്കാരെയാണ് ഈ പുതിയ ഈസ്തറ്റിക് സെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. प्रसाधन के इस त्वचावाद ने साधन संपन्न को आकर्षक बना दिया है. संपन्नता के बदबूदार टीहों को कमनीय बना डाला है. दिल्ली में साधारण घोरों को दिल्ली प्रशासन टाइलों से इसीलिए सजाता है ताकि गंदगी छिपी रहे. അപ്പോൾ ഒരു ഡൽഹി റൈറ്റർ ഡൽഹിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹി കോർപ്പറേഷൻ്റെ ഒരു കാര്യങ്ങൾ പറയുകയാണ്. തെരുവുകളിൽ സ്ട്രീറ്റ്സിൽ ഈ അഴുക്ക് ചാലുകളൊക്കെ ഒഴുകുന്നതിൻ്റെ മുകളിൽ ഡൽഹി കോർപ്പറേഷൻ മുകളിൽ കൂടെ ടൈൽസ് പാകും. എന്നുവെച്ചാൽ താഴെ കൂടെ എത്ര അഴുക്കാണെങ്കിലും അത് വെളിയിൽ കാണരുത്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുഖം എത്ര വികൃതമാണെങ്കിലും നമ്മൾ അതിനെ മേക്കപ്പ് ചെയ്ത് വെളിയിൽ നിന്ന് വളരെ ആകർഷകമായിട്ട് വെക്കും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എന്താണ്, രംഗീൻ ബദ്ബു അഗർ ആയേ ഭി തോ രഹസ്യ കി തര അനിർവചനീയ ബനി രഹേ. അപ്പോൾ ഇങ്ങനെ നല്ല ടൈലൊക്കെ പാകി അവിടെ കൂടെ ആ മനുഷ്യർ നടക്കുമ്പം ഒരു വല്ലാത്ത സ്മെല്ല് വരും. അതിനെ രംഗീൻ ബദ്ബു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ബദ്ബു എന്ന് പറയുമ്പം ഫൗൾ സ്മെൽ, അതിന് കളർഫുൾ ഫൗൾ സ്മെൽ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ഒരു ബാഡ് സ്മെൽ വരുന്നു, പക്ഷേ അത് വെളിയിൽ നിന്ന് കാണുമ്പോൾ നല്ല ടൈൽസ് പാകിയിരിക്കുന്ന സ്ഥലത്തൂടാണ് വരുന്നത്. അതുകൊണ്ട് എവിടുന്നാണ് വരുന്നതെന്നുള്ളൊരു രഹസ്യമായി സിറ്റുവേഷനാണ്, ഒരു സീക്രട്ട് പോലെയാണ്. ഈ സ്മെല്ല് എവിടുന്ന് വരുന്നു, കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യുന്നു. രഹസ്യ കി തര അനിർവചനീയ ബനി രഹേ, അൺഡിഫൈനബിൾ. അത് എവിടുന്നാണ് വരുന്നതെന്നുള്ളത് അനിർവചനീയമാണ്. ജോ ബാത് ഘോരെ കെ ബാരെ മേ സച്ച് ഹേ വഹ ചെഹ്റെ കെ ബാരെ മേ ഭി സച്ച് ഹേ. അപ്പോൾ ആ അഴുക്ക് ചാലുകളുടെ അതേ കമ്പാരിസനാണ് മനുഷ്യമുഖമായിട്ട് സുധീഷ് പച്ചോരി ചെയ്യുന്നത്. परंपरागत रूप में सुंदर चेहरे अनेक कुरूप चेहरों की चमक के आगे फीके लगते हैं. ട്രഡീഷണലി സ്വാഭാവികമായി നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവർ നല്ല ഭംഗിയുള്ള മുഖമാണെങ്കിലും അവർ ആക്ച്വലി ഇപ്പോൾ ചെയ്യപ്പെടുന്നത് അവർ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്, അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. കാരണം എന്താണ്, അനേക കുരൂപ് ചെഹറോं की चमक के आगे वे फीके लगते हैं. വളരെ അഗ്ലി ആയിട്ടുള്ള മുഖം വരെ പൈസയുടെ ബലത്തിൽ, ഈ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ബലത്തിൽ, ഈ ബ്യൂട്ടി പാർലറുകളുടെ ബലത്തിൽ വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നാച്ചുറൽ ബ്യൂട്ടികൾ, ഒരു മേക്കപ്പും ചെയ്യാതുള്ള വളരെ മനോഹരമായിട്ടുള്ള മുഖങ്ങൾ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ മങ്ങി കാണപ്പെടുന്നു. प्रसाधन सामग्री ने कुरूपता कुछ ऐसे मिटाई है कि हर चेहरा एक सा नज़र आता है. इस क्रम में यह तो हुआ कि जिन्हें पुराने किस्म के नस्लवादी काला, नकटा, चुंदा आदि कहकर स्वयं को श्रेष्ठ माना करते थे, अवाक हुए हैं. किंतु यह भी हुआ है कि चेहरों की कुदरती विविधता गायब कर दी गई है. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എസ്സേ ലേഖക് പറയാണ്, ഒരു പോസിറ്റീവ് കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് ചില നിറമുള്ളവരും ഭംഗിയുള്ളവരും ഒരു ഗ്രൂപ്പ് ആൾക്കാർ മറ്റുള്ളവരെ അവൻ കറുത്തതാണ്, കാണാൻ കൊള്ളൂല, അവൻ്റെ ഷേപ്പ് കണ്ടില്ലേ, മുഖം കണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതങ്ങ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും ബ്യൂട്ടി പ്രോഡക്ട്സും ബ്യൂട്ടി പാർലറുകളുടെ പിൻബലത്തോടു കൂടി എല്ലാവരും ഒരേപോലെ കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒരാളെ താഴ്ത്തി കാണുന്നത്, കറുത്തിരിക്കുന്നു അല്ലേ കൊള്ളൂല, അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട്. പകരം ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണ്, കുദരത്തി വിവിധത ഗായബ് കർ ദി ഗയി ഹേ. ഈശ്വരീയമായ ആ ഒരു ഡിഫറൻസ് ഓരോ വ്യക്തിക്കും, സൃഷ്ടിയുടെ ഓരോ
ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് എന്നുള്ള ആ ഒരു വിവിധത, ആ വെറൈറ്റി അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. सौंदर्यीकरण की इस मुहिम में नाक, आँख, केश, ओंठ आदि ഇച്ഛാനുസാർ ബനായെ യാ ബിഗഡെ ജാ സക്തെ ഹെ. ഇപ്പോഴത്തെ ഈ ഒരു ബ്യൂട്ടി ഏജിൽ നമുക്ക് നമ്മുടെ മൂക്ക്, കണ്ണ്, മുടി, ചുണ്ട് അതിനെയൊക്കെ എങ്ങനെ വേണേലും മോഡിഫൈ ചെയ്യാവുന്നതാണ്. നീണ്ട മൂക്ക് വേണ്ടവർക്ക് അതാക്കാം, അല്ല ചുണ്ടിൻ്റെ ഷേപ്പ് മാറ്റാം സർജറി ചെയ്തിട്ട്. അതുപോലെ മുടിക്ക് പിന്നെ ഒരുപാടുണ്ട് അല്ലേ, സ്ട്രെയിറ്റൻ ചെയ്യാം, വോളുമിനൈസ് ചെയ്യാം, പ്രോട്ടീൻ റിച്ച് മസാജിങ് കൊടുക്കാം, പിന്നെ കേളി ആക്കാം, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കേളി, അങ്ങനെ അങ്ങനെ വിവിധ ഇന പരിപാടികളാണ്. അങ്ങനെ വിവിധ ഇന മോഡിഫിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ കാര്യത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നവയാണ്. അപ്പോൾ ഈ ഒരു എഴുത്തിലൂടെ, ഈ ഒരു ആർട്ടിക്കിളിലൂടെ, ഈ ഒരു സെറ്റയറിലൂടെ സുധീഷ് പച്ചോറി നമ്മളെ അവെയറാക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രകൃതിദത്തമായ ഒരു വിവിധത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല ബ്യൂട്ടി പാർലറുകൾ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നു. നമ്മുടെ സ്വാഭാവികമായ സൗന്ദര്യം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായ സൗന്ദര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല. ഇപ്പം എല്ലാം കാണുന്നവരെല്ലാം ഒരു ഫംഗ്ഷന് ചെന്നാൽ എല്ലാവരും തിളങ്ങി നിൽക്കുന്നു, എല്ലാം ഒരുപോലെ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ പോലും നമ്മൾ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരത്ര അട്രാക്റ്റീവ് അല്ല. നമ്മുടെ ഒപ്പം തട്ടിച്ച് നിൽക്കാൻ അവർക്കത്ര സൗന്ദര്യം പോരാ എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു. സുധീഷ് പച്ചോരിയുടെ ഈ ഒരു സെറ്റയർ, ഈ ഒരു വ്യംഗ്യലേഖ് ഈ അപ്ലോഡിങ്ങിലൂടെ തീരുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് സുധീഷ് പച്ചോരി ഒരു സ്ത്രീക്കൊരു വ്യക്തിത്വം, നമ്മളതിനൊരു സ്ത്രീയുടെ വ്യക്തിത്വത്തിനെ അളക്കുന്നത് വെറും ഒരു തൊലിപ്പുറത്തെ സൗന്ദര്യത്തിനെ ആധാരമാക്കി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സ്ത്രീ അതിനപ്പുറം എന്തൊക്കെയാണോ അത് നമ്മൾ മറന്നു പോകുന്നു. അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകവും ഈ ബ്യൂട്ടി പ്രോഡക്ട്സും നമ്മളെ മറക്കാൻ ശ്രമിപ്പിക്കുന്നു. त्वचा और चेहरे के सौंदर्यीकरण की इस मुहिम की सबसे बड़ी शिकार स्त्री है. സ്ത്രീയെ വേട്ടയാടുന്ന ഒരു ഇതാണ് ഈ സ്കിന്നും ഈ തൊലിപ്പുറത്തുള്ള സൗന്ദര്യശാസ്ത്രം. उसे मानवीय अधिकार और सम्मान देने की जगह उसे एक आकर्षक वस्तु में बदल दिया गया है. അവർക്ക് അതിൻ്റേതായ ഒരു സമൂഹത്തിലൊരു മാനവും ഒരു നിലയും വിലയും ഒരു റെസ്പെക്റ്റും അവിടെ ആ ഒരു വിൽ പവറിലോ അവിടെ ഇൻ്റലിജൻസിലോ തീരുമാനമെടുക്കാനുള്ള അവിടെ കഴിവിലോ അതിലൊന്നും മാനം കൽപ്പിക്കാതെ വെറും അവിടെ തൊലിപ്പുറത്തുള്ള സൗന്ദര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക വഴി നമ്മൾ ആ സ്ത്രീയെ തന്നെ ഒരു വസ്തുവായിട്ട് മാറ്റിയിരിക്കുകയാണ്, ഒരു ചരക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. हर विज्ञापन में यहाँ तक कि टायर या पेंट के विज्ञापन में स्त्री बैठा दी गई है. എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും സ്ത്രീ തന്നെ വേണമെന്നൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അത് ടയറിൻ്റെ ആയാലും പെയിൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയാലും വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം സ്ത്രീ സാന്നിധ്യം ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകം കൊണ്ടുവരുന്നു. വഹി വിക്രേത ഹെ വഹി ഖരീദാർ ഹെ. വിജ്ഞാപൻ ജഗത് മേ സ്ത്രീ ഏക് അതി കി തരഹ ഹെ. സ്ത്രീയുടെ ഒരു സാന്നിധ്യം ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകത്ത് ഏക് അതി കി തരഹ ഹെ, ഒരു സർപ്ലസ്, എല്ലായിടവും ഓവറായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകത്ത് സ്ത്രീ. വഹി വിക്രേത ഹെ വഹി ഖരീദാർ ഹെ. അവൾ തന്നെ പ്രോഡക്റ്റ് വിൽക്കുന്നു, അവൾ തന്നെ വാങ്ങിക്കുന്നു. യഹ ജാതി വിജ്ഞാപൻ ശാസ്ത്ര की एकमात्र उपलब्धि है. स्त्री विज्ञापनों का सबसे बड़ा औजार है. इसलिए भी शायद स्त्रियों का होना इतना सहज लगता है कि उपभोक्ता आसानी से ढेर हो जाता है. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം കൺസ്യൂമറിനെ വലയ്ക്ക് വീഴ്ത്തുക എന്നതാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ എല്ലാം അന്തിമമായ ലക്ഷ്യം എന്താണ്? കൺസ്യൂമേഴ്സിനെ ചാക്കിട്ട് പിടിക്കുക എന്നാണ്. അതിൽ ഒരു സ്ത്രീയെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയാൽ കൺസ്യൂമറിനെ ചാക്കിട്ട് പിടിക്കാൻ എളുപ്പമാണെന്ന് അവർക്കൊരു ധാരണയുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. प्रसाधन सामग्री के विज्ञापनों के देहवाद ने स्त्री देह को आकर्षक बनाकर चौराहे पर टांग दिया है. इसे सच का एक पहलू कहा जा सकता है. स्त्री के प्रति तमाम परंपरागत बोध और प्रतिक्रियाओं को किसी कानून या आंदोलन ने उतना झटका नहीं दिया जितना विज्ञापनों ने.
ഒരു കാര്യം ഇതിൽ പോസിറ്റീവായിട്ട് റൈറ്റർ കാണുന്നത്, സ്ത്രീക്കൊരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനുള്ള ഒരു അവസരം എത്ര കാനൂനും ആന്തോലനവും എത്ര വലിയ റെവല്യൂഷൻസും ലോസും വന്നെങ്കിലും അവരെക്കാളുമൊക്കെ ഫലപ്രദമായി സ്ത്രീയെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ ഈ അഡ്വർടൈസ്മെൻറ്റ്സിന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും സ്ത്രീ കാണപ്പെടുന്നു. അപ്പോൾ അതൊരു ജനങ്ങൾക്കതൊരു താരതമ്യപ്പെടാൻ, സ്ത്രീ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല, കാരണം എല്ലായിടത്തും സ്ത്രീയുടെ ഒരു മോഡലിംഗ് കാണുന്നു. അപ്പോൾ അത് ഒരുപാട് മാറ്റം, നിയമങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും മാറ്റം സമൂഹത്തിൽ ഈ അഡ്വർടൈസ്മെൻറ്റ്സിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമാണ്. यह सच का दूसरा पहलू है. विज्ञापनों में स्त्री को एक नए सौंदर्य शास्त्र का औजार बनाते हुए उसके शोषण के नए आयाम खोले हैं, किंतु यह भी सच है कि समाज में स्त्री की दावेदारी को बढ़ाया है. അപ്പോൾ സ്ത്രീയെ ഒരു ചൂഷണം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശരിയാണ്, സ്ത്രീക്ക് ദാവേദാരി കോ ബഢായ ഹെ. സമാജ് മേ സ്ത്രീക്ക് ദാവേദാരി, സൊസൈറ്റിയിൽ സ്ത്രീയുടെ ആ ഒരു അനിവാര്യത അത് കൂട്ടിയിട്ടുണ്ട് ഈ അഡ്വർടൈസ്മെൻറ്റ്സ്. हर तरफ दिखने वाली स्त्री की छवि स्त्रियों को चौकों चूल्हों से बाहर निकालने में किसी हद तक मददगार भी हुई है. എല്ലായിടവും കാണപ്പെടുന്ന സ്ത്രീ രൂപം അതൊരു കണക്കിന് സ്ത്രീകളെ കോമൺ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. അതുവഴി ജനങ്ങളുടെ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. जिन समाजों में पर्दा प्रथा है वहाँ स्त्री छवि के हमले से पैदा होने वाले सांस्कृतिक झटकों को देखा जा सकता है कि कैसे विज्ञापन समाज में एक नया उपद्रव पैदा करते हैं और दृष्टिकोण बदलते हैं. ആൾക്കാരുടെ ദൃഷ്ടികോൺ ബദലന, ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ പർദാ പ്രഥ അനുകരിക്കുന്ന രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾ മീഡിയയിൽ, അഡ്വർടൈസ്മെൻറ്റിൽ, മാഗസിൻസിൽ ഇത്രയധികം അവരുടെ എക്സ്പോഷർ ഒരു പരിധിവരെ അവരുടെ മാനസിക ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റിയിട്ടുണ്ട്. प्रसाधन सामग्री की क्रांति ने हमारे समाज के लगभग सभी स्तरों को चपेट में ले लिया है. त्वचा और चेहरे भर के सौंदर्य शास्त्र ने भले स्त्री को एक निर्लज प्रतीक में ढालकर पुरातन आत्माओं को कष्ट दिया हो, किंतु उसने स्त्री को एक कृत्रिम व्यक्तित्व भी दिया है जो सूर्यम पश्या की लाजवंती की लाज को बंधन नहीं मानता. ഈ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഈ ഒരു റെവല്യൂഷൻ, ഈ ഒരു ക്രാന്തി നമ്മുടെ സമൂഹത്തിലെ എല്ലാ ലെവലിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ സ്കിന്നും ഫേസുമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റെങ്കിലും ഭലേ സ്ത്രീ കോ ഏക് നിർലജ് പ്രതീക് മേ ഢാൽക്കർ, സ്ത്രീയെ ഒരു തരത്തിലും നാണോ മാനവും ഇല്ലാത്ത ഒരു മോഡലായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് സ്ത്രീയെ ചിത്രീകരിക്കുന്നുണ്ട്. അത് പുരാതന ആത്മാവോ കഷ്ട് ദിയാഹോ, പഴയ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് അത് കാണുമ്പം ഒരു പക്ഷേ വല്ലാതെ വിഷമവും ദേഷ്യവും അരിശവും വരുമായിരിക്കും. പക്ഷേ ഉസ്നെ സ്ത്രീക്കോ എക് കൃത്രിം വ്യക്തിത്വ ഭീ ദിയാ ഹെ, സ്ത്രീക്കൊരു പണ്ടത്തെ ഒരു സൂര്യൻ പശ്യ പോലെ, സൂര്യൻ്റെ കിരണങ്ങളേറ്റാൽ പോലും ലജ്ജിക്കുന്ന ലാജ്വന്തി, അതുപോലത്തെ ഒരു ഇമേജ് അല്ല സ്ത്രീക്ക് ഈ പുതിയ അഡ്വർടൈസ്മെൻറ്റ് ലോകം നൽകുന്നത്. അത് സ്ത്രീക്ക് വേറൊരു പുതിയ മാനമാണ്, ഒരു ബോൾഡ് ഫിഗറായിട്ടാണ് സ്ത്രീയെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സമാജ് ശാസ്ത്രി ഏസാ മാനത്തെ ഹെ, ഈ ആൾക്കാർ അത് സൊസൈറ്റിയെ പറ്റി സ്റ്റഡി നടത്തുന്നവർ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഹം ഹസാർ നാക് ഭോ സിക്കോടെ ചിढ़े चिल्लाएं, किंतु प्रसाधन सामग्री और विज्ञापन ने मिलकर हमें एक नया रूप सौंदर्य दिया है जिसके साथ हमारे रिश्ते अभी तक सामान्य नहीं बने हैं. നമ്മളെത്ര നാഗ്ഭോസിക്കോടെ, നമ്മളെത്ര മൂക്ക് ചുളിച്ചാലും വേണ്ടാന്ന് വെച്ചാലും, നമ്മളെത്ര അതിനോട് യോജിക്കാതിരുന്നാലും ഈ ഒരു കാര്യം ശരിയാണ്, ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ റൂപ് സൗന്ദര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജിസ്കെ സാത്ത് നമ്മുടെ റിലേഷൻ ഇപ്പം അത്ര നോർമൽ ആയിട്ടില്ല, നമ്മളതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ ഒരു പുതിയ സ്ത്രീയുടെ ഒരു പുതിയ രൂപം ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. मन ही मन हम चाहते हैं कि वह आकर्षक स्त्री हमारे पास हो जो एक महक में नहा रही है
किंतु प्रकटतः हम वैसा कभी नहीं कहते. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സിലെ അതിശയകരമായ സൗന്ദര്യമുള്ള സ്ത്രീ രൂപങ്ങൾ കാണുമ്പം നമ്മുടെ മനസ്സിലും അതേപോലത്തെ ഒരു സ്ത്രീ നമ്മുടെ അടുത്തും വേണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലും ഉളവാകുകയാണ്. എങ്കിൽ നമ്മളത് പ്രകടമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളു. हम इस नए रूप सौंदर्यवाद के शिकार हो चुके हैं. वह इतना हावी है कि विवाह से पहले या पार्टी में जाने से पहले हम ब्यूटी पार्लर जाते हैं और പ്രസൻറ്റബിൾ ഹോക്കർ ജാത്തെ हैं. നമ്മളങ്ങനെ ഒരു സ്ത്രീ സൗന്ദര്യത്തിനെ ആ ഒരു രീതിയിൽ കാണുന്നതുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി കോൺസെപ്റ്റ് ആ രീതിയിൽ മാറുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ വളരെ അവെയറായിട്ട് നമ്മളെങ്ങനെ പ്രസൻ്റ് ആകുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെപ്പറ്റി നമ്മൾ വളരെ സ്റ്റഡി നടത്തി ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് സമയവും പണവും ചിലവാക്കിയിട്ടാണ് നമ്മളൊരു ഫംഗ്ഷന് പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് പോകുന്നത് നമ്മുടെ പ്രസൻസ് ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമുക്ക് നമ്മുടെ ബാഹ്യമായ രൂപമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ റൈറ്റർ പറയുന്നത്, ഈ ഒരു പുതിയ സൗന്ദര്യശാസ്ത്രത്തിൽ നമ്മൾ അടിമയായിരിക്കുകയാണ്, നമ്മൾ ഷിക്കാർ ആയിരിക്കുകയാണ്. ഹം ഷിക്കാർ ഹോ ചുക്കേ ഹേ ഇസ് നए रूप सौंदर्यवाद के. और हमारे समाज ने उसे चुपके से बहुत दूर तक स्वीकार भी कर लिया है. जितना आकर्षण आज हमारे समाज में ग्लैमर चकाचौंध का है, उतना चिंतन और विचार का नहीं है. അപ്പോൾ ഇവിടെയാണ് ഈ എസ്സേ, ഈ ഒരു ലേഖ് എൻഡാവുന്നത്. എന്നുവെച്ചാൽ വിചാർ ഓർ ചിന്തൻ, നമ്മുടെ ചിന്താഗതി, നമ്മുടെ വായന, നമ്മുടെ ശീലങ്ങൾ, അതൊന്നുമല്ല ഇപ്പോൾ ഇമ്പോർട്ടൻസ്. നമ്മുടെ തൊലിപ്പുറത്തെ സൗന്ദര്യം, നമ്മളെങ്ങനെ കാണപ്പെടുന്നു, നമ്മൾ ഉള്ളിൽ നിന്ന് ഫ്രഷ് അല്ലെങ്കിലും നമ്മൾ വെളിയിൽ നിന്ന് ദിഖ്ന, നമ്മളെങ്ങനെ പ്രസൻറ്റബിളായിട്ട് അപ്പിയർ ചെയ്യുന്നു, അതാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ നമ്മൾ ഏത് പുസ്തകം വായിക്കുന്നു, നമ്മുടെ ചിന്താഗതി എന്താണ്, നമ്മുടെ സാമൂഹ്യ ബോധം എന്താണ്, നമ്മുടെ രാഷ്ട്രീയ അവബോധം എന്താണ്, അതൊന്നും ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ല. അതിലൊന്നും ആരും ശ്രദ്ധ ചെലുത്തുന്നുമില്ല. എല്ലാവർക്കും നമ്മൾ കാണാൻ എങ്ങനെയുണ്ട്, നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയുണ്ട്, അത് മാത്രമേ എല്ലാവർക്കും ചിന്തയുള്ളൂ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ, ഈ ഒരു സെറ്റയർ, ഈ ഒരു കളിയാക്കലിലൂടെ ഉള്ള ഒരു ആർട്ടിക്കിൾ ഇപ്പോഴത്തെ ഈ ബ്യൂട്ടി പാർലർ കൾച്ചർ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു മോഹം, നമ്മളും എപ്പോഴും ഇതേപോലത്തെ ഈ അഡ്വർടൈസ്മെൻറ്റ്സിലെ സ്ത്രീകളെ പോലെ തന്നെ നമ്മളും അങ്ങനെ പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ളൊരു മോഹം നമ്മുടെ ഉള്ളിലും അറിഞ്ഞോ അറിയാതെയോ വളർന്നു വരുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. നമ്മുടെ ഒരു പ്രത്യേകിച്ച് സ്ത്രീ വെറും ഒരു തൊലിപ്പുറത്ത് ഒരു വസ്തുവായിട്ട് അങ്ങ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവിടെ ഇൻ്റലിജൻസ്, അവിടെ സ്മാർട്ട്നെസ്, അവിടെ ഇൻഡിപെൻഡൻസ്, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അതൊന്നും ഇവിടെ അളക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു മാനദണ്ഡമേ ഉള്ളൂ, നിറം, പിന്നെ തൊലിയുടെ ഫ്രഷ്നെസ്, ഇതൊക്കെ ഇവിടെ ഒരു മാനദണ്ഡമേ ഉള്ളൂ, രൂപസൗന്ദര്യം. ഈ ഒരു പുതിയ ബ്യൂട്ടി കോൺസെപ്റ്റിനെ എതിരെ നമ്മളെ അവെയർനെസ് കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ. അപ്പം ഈ ഒരു എസ്സേ എന്ന് പറയാം. ഈ ഒരു പുതിയ ബ്യൂട്ടി കോൺസെപ്റ്റിനെതിരെയുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാം കൂടിയാണ് ഈ ഒരു എഴുത്ത് സുധീഷ് പച്ചോരിജിയുടെ. അപ്പം നമുക്ക് അടുത്ത അപ്ലോഡിങ്ങിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.